അച്ഛമ്മ വേഗം വാ. എന്തു പറ്റി? അച്ഛമ്മക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടല്ലോ. അവിടെ വഴക്കാ. വഴക്കോ? ആര്? വെല്ലിച്ചനും വാണിയമ്മയും. ആണോ? വെല്ലിച്ചൻ വാണിയമ്മ ഗേറ്റിന്റെ പുറത്താക്കി. നമ്മളാരും വിളിച്ചിട്ട് വാണിയമ്മ വരുന്നില്ല. അയ്യോ വാ നോക്കട്ടെ. മോഹന, നീ അവളെ എവിടെ കൊണ്ടേ കളഞ്ഞ്? പോയി വിളിച്ചിട്ട് വരാൻ. ഇല്ല, എനിക്ക് പറ്റില്ല. വെറുതെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ഇരുത്തരുത്. നീയായിട്ട് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണ് ഇതെല്ലാം. ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നം തീർക്കാൻ എനിക്കറിയാം. അമ്മ അമ്മയുടെ പണി നോക്ക്. എടാ, ഞാൻ മര്യാദക്കാ പറയണത്. പോയി അവളെ വിളിച്ചോണ്ട് വരാൻ. ഞാൻ ബാലകൃഷ്ണന്റെ മകനാണെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വരില്ല. അതേ ബാലകൃഷ്ണന്റെ ഭാര്യയാണ് ഞാൻ. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. അവണി നീ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ്ട് അകത്തോട്ട് വാ. അച്ഛമ്മ ഞങ്ങൾ കുറെ നേരമായിട്ട് വിളിക്കുന്ന വരുന്നില്ല. അവണി അമ്മയാ വിളിക്കുന്നത്. കേറി വാ അകത്തോട്ട്. അമ്മയല്ലേ പറയണത്. വാ വാ. ഇവിടെ ഈ വീട്ടിൽ കയറി ഞാൻ ഇറങ്ങിപ്പോ. വാ മോളെ. എന്റെ ഈ വീട്ടിൽ എനിക്ക് യാതൊരു വിലയില്ലേ. നിന്റെ വീടാ? ആര് പറഞ്ഞത് നിന്റെ വീടാന്ന്? ഇത് എന്റെ വീടാണ്. എന്റെ കാലശേഷം വേണമെങ്കിൽ നീ എടുത്തോ. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അപ്പോഴും നിന്റെ മാത്രമല്ല, ഇവന്റെയും കൂടെ വീടാണ്. അപ്പൊ എല്ലാരും കൂടെ എന്നെ തോപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ? ഞാൻ തോറ്റേറില്ല അമ്മ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ അങ്ങനെ ഈ വീട്ടിൽ കയറ്റിയ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോടാ. അത്ര സമാധാനം ഉണ്ടാവുമല്ലോ. നീ വാ മോളെ. എന്നും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ ദൈവമേ. ഈ കുടുംബം ഇത് എങ്ങോട്ടാണ് ഈ പോണത്? അമ്മ, അങ്ങേര് പറഞ്ഞതാ ശരി. ഇത് അങ്ങേരുടെ കൂടെ വീടല്ലേ. അവിടെ ഞാൻ താമസിക്കുന്നത് ശരിയല്ല. ഇതൊരു മോഹന്റെ വീടല്ല, ഇത് എന്റെ വീടാ. എന്റെ കാലം കഴിയണവരെ നിനക്ക് ഇവിടെ താമസിക്കാം. എന്നാൽ അത് ശരിയല്ലമ്മ. എന്ത് ശരിയല്ലാന്ന്? നിനക്ക് പോണെങ്കിൽ അവൻ ഗേറ്റിന് പുറത്താക്കിയപ്പോ പോയിരുന്നില്ലേ? നീ പോയില്ലല്ല. അപ്പൊ ഇന്നും പോവാൻ തോന്നിയില്ലേ? പറ. ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നമ്മ. ഞാൻ പോയ പിള്ളേരുടെ കാര്യം, ഇവിടുത്തെ കാര്യം, അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നു. അതാ ഞാൻ അങ്ങ് പോവാതെ അവിടെ നിന്നത്. ഇനി എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് പോയാ ജാതക പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അവൻ എന്നെ ഏതെങ്കിലും ജോത്സ്യന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ട് പോലും ഇല്ല. നീ ഇപ്പൊ ഒന്നും ആരോടും പറയണ്ട. നിന്റെ കൂടെ എല്ലാത്തിനും ഞാനില്ലേ. നീ ആദ്യം നന്നായിട്ട് പഠിക്കാൻ നോക്ക്, ജോലി വാങ്ങ്. അതോടെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടമ്മ, അയാൾ എന്താണ് എന്നെ ജോലിക്ക് വിടാത്തത്? ഞാൻ ജോലിക്കോ ഇവിടെ ഇപ്പൊ എന്താണ് പ്രശ്നം? അവന് ഷുഗറും പ്രഷറും മാത്രമല്ല, ഇതും പാരമ്പര്യമായിട്ട് പകർന്നു കിട്ടിയതാണ്. അതെ അവണി, അവന്റെ അച്ഛനും എന്നെ ജോലിക്ക് വിടാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ജോലിക്ക് പോകാൻ വലിയ ഇഷ്ടമില്ലാത്തോളം കൊണ്ട് അത് പ്രശ്നമായില്ല. പിന്നെ അതിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോ നിന്നോട് മോഹനം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്നോടും പറഞ്ഞത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന്. ഇതൊക്കെ എന്ത് ഇഷ്ടമാണ് ദൈവമേ, എനിക്കറിയില്ല. പരീക്ഷ ഇങ്ങ് അടുത്ത സ്ഥിതിക്ക് അയാൾ എന്നെ ദ്രോഹിക്കുന്നതിന്റെ അളവ് കൂടും. ഞാൻ 1-2 ദിവസം വല്ല ഹോസ്റ്റലിലോട്ട് മാറിയാലോ അമ്മ? നീ ഒരു ഹോസ്റ്റലിലും പോണില്ല. എന്ത് കാര്യത്തിന്? നീ ഇവിടെ നിൽക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ പഠിക്കും. ജോലി കിട്ടിയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം നോക്കാം. എന്നെ അകത്തേക്ക് വിളിച്ച ദേഷ്യത്തില് അങ്ങേരെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കാണോ അമ്മ? അവനെങ്ങോട്ടും പോവില്ല. പോയ പോലെ തന്നെ തിരിച്ചു വരികയും ചെയ്യും. എവിടെ പോകാനാണ്? നീ ഇപ്പൊ വേറെ ഒന്നും ആലോചിക്കണ്ട, പഠിക്ക്.
ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ